ലോകമെന്നും മറ്റൊരു ശീതയുദ്ധത്തിന്റെ പടിവാതിൽക്കലാണ് നിൽക്കുന്നത്. എന്നാൽ ഇത്തവണത്തെ പോരാട്ടം കേവലം അതിർത്തികൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തികവും സൈനികവുമായ ആധിപത്യത്തിന് വേണ്ടിയാണ്. അമേരിക്ക എന്ന വൻ ശക്തിയെ വിറപ്പിച്ചുകൊണ്ട് ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ രൂപം കൊണ്ട ക്രിങ്ക് എന്ന പുതിയ സഖ്യത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചൈന, റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ എന്നീ 4 രാജ്യങ്ങൾ കൈകോർക്കുമ്പോൾ അത് വെറുമൊരു സൈനിക കൂട്ടായ്മ മാത്രമല്ല, മറിച്ച് അമേരിക്കൻ ഡോളറിന്റെ ഏകപക്ഷീയമായ ആധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിരോധം കൂടിയാണ്. തോക്കുകളെക്കാളും മിസൈലുകളെക്കാളും മാരകമായ സ്വർണത്തിന്റെ പിൻബലമുള്ള ഡിജിറ്റൽ കറൻസി എന്ന രഹസ്യ ആയുധവുമായാണ് ഈ രാജ്യങ്ങൾ നീങ്ങുന്നത്. പതിറ്റാണ്ടുകളായി അമേരിക്ക ലോകരാജ്യങ്ങളെ നിയന്ത്രിച്ചിരുന്നത് യുദ്ധവിമാനങ്ങൾ കൊണ്ടല്ല, മറിച്ച് ആഗോള വ്യാപാരത്തിന്റെ നട്ടെല്ലായ സ്വിഫ്റ്റ് എന്ന ബാങ്കിംഗ് ശൃംഖലയിലൂടെയാണ്. ഒരു രാജ്യത്തെ ഈ സംവിധാനത്തിൽ നിന്ന് പുറത്താക്കിയാൽ ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശ്വാസം മുട്ടി മരിക്കും. എന്നാൽ റഷ്യയും ഇറാനും ചൈനയും ചേർന്ന് നിർമ്മിച്ചെടുത്ത ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം ഈ മാരകമായ ഉപരോധങ്ങളെ അപ്രസക്തമാക്കുകയാണ്. ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഈ ഇടപാടുകൾ അമേരിക്കൻ ഫെഡറൽ റിസർവിനോ ട്രഷറിക്കോ നിരീക്ഷിക്കാൻ കഴിയില്ല. ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിനും റഷ്യയിൽ നിന്നുള്ള ആയുധങ്ങൾ കൈമാറുന്നതിനും ഇപ്പോൾ ഡോളർ ആവശ്യമില്ലാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ഒരു സാമ്പത്തിക മാറ്റമല്ല, മറിച്ച് ദശകങ്ങളായി അവർ കാത്തുസൂക്ഷിച്ച ഏകധ്രുവ ലോകക്രമത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ്. ഈ സഖ്യം യാദൃശ്ചികമായി ഉണ്ടായതല്ല, മറിച്ച് ദശകങ്ങളായി പടിഞ്ഞാറൻ ശക്തികൾ പ്രയോഗിച്ച ഉപരോധ രാഷ്ട്രീയത്തിന്റെ സ്വാഭാവികമായ പ്രതിഫലനമാണ്. 2014 റഷ്യയുടെ ക്രിമിയ അധിനിവേശവും അതിനെ തുടർന്ന് റഷ്യക്ക് മേൽ ചുമത്തപ്പെട്ട കടുത്ത ഉപരോധങ്ങളും വ്ളാഡിമിർ പുടിനെ ബദൽ സഖ്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ഇതേ സമയം തന്നെ ഏഷ്യൻ പസഫിക് മേഖലയിൽ ചൈനയുടെ വളർച്ചയെ തടയാൻ അമേരിക്ക നടത്തിയ നീക്കങ്ങൾ ചൈനയെ റഷ്യയോട് അടുപ്പിച്ചു. റഷ്യയുടെ പക്കൽ ലോകത്തെ വിറപ്പിക്കാൻ പോകുന്ന ആധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും പ്രകൃതിവാതക ശേഖരവുമുണ്ട്. ചൈന ലോകത്തിന്റെ ഫാക്ടറിയായി വർത്തിക്കുമ്പോൾ ഉപരോധങ്ങൾക്കിടയിലും തളരാത്ത ഇറാന്റെ ഊർജ്ജ സമ്പത്ത് ഈ സഖ്യത്തിന്റെ ഇന്ധനമായി മാറുകയാണ്. ഇതിനൊപ്പം ഭൗമരാഷ്ട്രീയത്തിലെ വൈൽഡ് കാർഡായ ഉത്തര കൊറിയ തങ്ങളുടെ പീരങ്കിപ്പടയും മിസൈലുകളും റഷ്യൻ മുന്നണിയിലേക്ക് ഒഴുക്കുന്നതോടെ ഇതൊരു സ്ട്രാറ്റജിക് സഖ്യമായി മാറിക്കഴിഞ്ഞു. യുക്രൈനിലും മിഡിൽ ഈസ്റ്റിലും ഒരേ സമയം പടരുന്ന സംഘർഷങ്ങളിൽ ഈ 4 രാജ്യങ്ങളും ഒരു അദൃശ്യ ശൃംഖലയായി പ്രവർത്തിക്കുന്നു. ഇറാന്റെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടുള്ള പാശ്ചാത്യ നീക്കങ്ങൾക്ക് മറുപടിയുമായി റഷ്യ തങ്ങളുടെ അത്യാധുനിക S-400 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനിലേക്ക് ഒഴുക്കുകയാണ്. ഇതിന് പകരമായി ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളുമാണ് ഇറാൻ റഷ്യൻ യുദ്ധമുഖത്തേക്ക് എത്തിക്കുന്നത്. അമേരിക്കൻ സെനറ്റിലെ പ്രതിരോധ സമിതികൾ ഈ കൊടുക്കൽ വാങ്ങലുകളെ ലോക സമാധാനത്തിന് ഭീഷണിയായ ഒരു അപകടകരമായ ബാന്ധവമായാണ് വിലയിരുത്തുന്നത്. മറ്റൊരു വശത്ത് ചൈനയുടെ നയതന്ത്ര കവചം ഈ രാജ്യങ്ങളെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളെ പരാജയപ്പെടുത്തുന്നു. ഉത്തര കൊറിയൻ സൈനികർ നേരിട്ട് റഷ്യൻ മണ്ണിൽ പരിശീലനം നടത്തുന്നതും യുദ്ധതന്ത്രങ്ങൾ പങ്കുവയ്ക്കുന്നതും പടിഞ്ഞാറൻ രാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മാർച്ച് 12-ന് ചൈനയും ഉത്തര കൊറിയയും തമ്മിലുള്ള ട്രെയിൻ സർവീസുകൾ പുനരാരംഭിക്കുന്നത് ഈ സഖ്യത്തിന്റെ വിതരണ ശൃംഖല എത്രത്തോളം സുരക്ഷിതമാണെന്നതിന്റെ തെളിവാണ്. ചുരുക്കത്തിൽ ക്രിങ്ക് സഖ്യം എന്നത് കേവലം 4 രാജ്യങ്ങളുടെ കൂട്ടായ്മയല്ല, മറിച്ച് ദശകങ്ങളായി നിലനിന്നിരുന്ന പാശ്ചാത്യ ആധിപത്യത്തിനെതിരെയുള്ള ഒരു ആഗോള കലാപമാണ്. അമേരിക്കയുടെ ഏകധ്രുവ ലോകക്രമം അവസാനിക്കുകയും പകരം ഒന്നിലധികം അധികാര കേന്ദ്രങ്ങളുള്ള ഒരു പുതിയ ആഗോള ഭൂപടം രൂപപ്പെടുകയും ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ ഈ ഡിജിറ്റൽ യുദ്ധവും ഭൂമിശാസ്ത്രപരമായ നീക്കങ്ങളും ലോകത്തെ എങ്ങോട്ട് നയിക്കും എന്ന് രാജ്യാന്തര സമൂഹം അതീവ ജാഗ്രതയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ സഖ്യം ഉയർത്തുന്ന വെല്ലുവിളികൾ തടയാൻ പഴയ തന്ത്രങ്ങൾ കൊണ്ട് ഇനി പടിഞ്ഞാറൻ ശക്തികൾക്ക് സാധിക്കില്ല എന്നത്.